സ്നേഹക്കുറവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ചെയ്യുന്ന തെറ്റെന്തെന്നറിയോ? വാപ്പ പറയുകയാ, നിന്റെ ചേട്ടനെ കണ്ടു പഠിക്കടാ, അവനെ കണ്ടു പഠിക്ക്, അവൻ നല്ലതുപോലെ പഠിച്ചു, നല്ല ജോലിയായി, നല്ല സാലറിയായി, നീ മന്ദബുദ്ധിയെ പോലെ നടക്കുന്നല്ലോ. ചേട്ടനെ കണ്ടു പഠിക്കാൻ പറയുകയാ. ജ്യേഷ്ഠനോട് പറയുന്നു അനിയനെ കണ്ടു പഠിക്കാൻ. ഉമ്മ തന്നെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുകയാണ്. മറ്റൊരുത്തനെ കണ്ടു പഠിക്കാൻ പറയുകയാണ്. അയൽവാസികളുടെ മക്കളെ കണ്ടോ, അയൽവാസികളുടെ മോനെ കണ്ടോ, അവളെ കണ്ടു പഠിക്ക്, ഇവളെ കണ്ടു പഠിക്ക്. പറയല്ലേ പെങ്ങള്, പറയല്ലേ പെങ്ങള്. അതാ മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് നബി തങ്ങൾ ഇങ്ങനെ മജ്‌ലിസിൽ ഇരിക്കുകയാണ്. നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അതാ ഒരു പൊന്നുമോന് കടന്നു വരികയാണ്, ഒരു ചെറിയ കുഞ്ഞ് കടന്നു വരികയാണ്. ആ പൊന്നുമോന് വാപ്പാടെ ചാരത്തേക്ക് കടന്നു വന്നു. തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ വാപ്പ അവിടെ നിന്നെടുത്ത് ചുംബിക്കുകയാ, തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാ. യാ റസൂലല്ലാഹ്, എന്റെ മോനാണ് നബിയേ, എന്റെ മോനാണ് നബിയേ. നബി തങ്ങൾ നോക്കുമ്പോ തന്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പിതാവ് പിടിച്ച് മടിയിലിരുത്തുകയാണ്. നബി തങ്ങൾ മിണ്ടാതിരുന്നടോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ ചെറിയ മകളും അതുപോലെ വരികയാണ്. വാപ്പാടെ ചാരത്ത് വന്നു, ഉപ്പ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. യാ റസൂലല്ലാഹ്, എന്റെ മകളാണ് നബിയേ. നബി തങ്ങൾ ചിരിച്ചടോ. ആ പിതാവ് തന്റെ പൊന്നാര മകളെ താഴെ ഇരുത്തുകയാണ്. പെട്ടെന്ന് നബി തങ്ങളുടെ മുഖം ചുമക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം അവിടെ നിന്ന് ചുമക്കുകയാ. നബി തങ്ങൾ പറഞ്ഞു, വാപ്പയോട് നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ നീതി കാണിച്ചില്ല. യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ? എന്താണ് ഞാൻ അനീതി കാണിച്ചത്? ലോകത്തിന്റെ നേതാവ് പറഞ്ഞ മറുപടി അറിയണേ പെങ്ങള്, കേൾക്കണേ വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ അനീതിയാണ് കാണിച്ചത്. കാരണം എന്തെന്നറിയോ? നിങ്ങളുടെ പൊന്നുമകൻ വന്നപ്പോ നിങ്ങൾ അവർക്ക് ചുംബനം കൊടുത്തു, അവനെ പിടിച്ചു മടിയിലിരുത്തി. പൊന്നുമോള് വന്നപ്പോ നിങ്ങൾ ചുംബനം കൊടുത്തിട്ട് മടിയിലിരുത്തിയില്ല, താഴെയാണ് ഇരുത്തിയത്. ഇത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ